നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എക്സലന്റ് അവാർഡുകൾ സമ്മാനിച്ചു. 85ഓളം വിദ്യാർത്ഥികൾ ഉപഹാരങ്ങളും പ്രശസ്തി പത്രങ്ങളും ഏറ്റുവാങ്ങി. കോതമംഗലം MLA ഷിബു തെക്കുംപുറം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് എക്സലന്റ് അവാർഡ് നൽകി അനുമോദിച്ചു. പഞ്ചായത്തിലെ 24 വാർഡുകളിൽ നിന്നായി SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 85ഓളം വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങളും പ്രശസ്തി പത്രങ്ങളും സമ്മാനിച്ചു. കോതമംഗലം MLA ഷിബു തെക്കുംപുറം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാത്രം പഠിച്ചാൽ പോരാ, ആ വിഷയത്തിൽ വലിയ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ തക്കവണ്ണം മുന്നോട്ട് വരേണ്ടതായിരുന്നു. അപ്പോൾ നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നമുക്ക് കൂടുതൽ മുന്നോട്ട് വരേണ്ടത് നമ്മുടെ ആവശ്യം. അപ്പോൾ പ്രിയപ്പെട്ട മക്കൾക്കൊക്കെ ആ നിലയിൽ മുന്നേറാൻ കഴിയണം. വിജയമാണ് നെല്ലിക്കുഴി പഞ്ചായത്തിലെ പ്രിയപ്പെട്ടവർ നേടിയത്. ഈ ഉജ്ജ്വല വിജയം നേടിയ പ്രിയപ്പെട്ട എല്ലാവരെയും MLA എന്ന നിലയ്ക്ക് ഞാൻ പ്രത്യേകമായി ആദരിക്കുകയും നിങ്ങളുടെ വലിയ പ്രയത്നം, വലിയ അധ്വാനമാണ് ഈ ഉജ്ജ്വല വിജയം നേടുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സനീറ നസീർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അബൂബക്കർ കൊട്ടാരം ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു മുഖ്യപ്രഭാഷണം നടത്തി. എനിക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഉത്തമമായ ഒരു ലക്ഷ്യബോധം നിങ്ങൾക്കുണ്ടാകണം. നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം, വായനയിലൂടെ വിദ്യാഭ്യാസത്തിലൂടെ വിജയം കൈവരിച്ചവരാണ് നമ്മൾ കണ്ടിട്ടുള്ള വിജയികളായിട്ടുള്ള ആളുകൾ. അങ്ങനെ വിജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ ഒരു അനുമോദന ചടങ്ങ് നടത്തുക ഫുൾ A+ കിട്ടിയവർക്ക്. 10ാം ക്ലാസ്സിൽ എനിക്ക് വ്യക്തമായി പറയാൻ, നിരാശപ്പെടുത്തുവാൻ പറയുന്നതല്ല, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിച്ച് +1ലേക്കും +2ലേക്കും കടന്ന ഒരു വിദ്യാർത്ഥി +2 കഴിഞ്ഞപ്പോൾ പരാജയപ്പെട്ട ഒരു വ്യക്തിയെ കാണുവാനായിട്ട് ഇടയായി. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, നിങ്ങൾ നിരാശപ്പെടുത്തുവാനോ വേദനിപ്പിക്കുവാനോ അല്ല. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ കാലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് അതൊരു പ്രചോദനമായി മാറണം. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഷിയാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്താർ വട്ടക്കുടി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജോയ് P. ജേക്കബ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൽജ ജോസ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. വിജയികളായ വിദ്യാർത്ഥികൾക്ക് അതത് വാർഡംഗങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രശസ്തി ഫലകങ്ങൾ കൈമാറി. ഈ കാണുന്ന കുട്ടികളെല്ലാവരും ആദരിച്ചിട്ടുണ്ടാകും. 1, 2, 3 പ്രാവശ്യങ്ങളിൽ ആദരിച്ചിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. എന്നിരുന്നാലും നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഇതുപോലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച് ഈ കുട്ടികളിലേക്ക് ഒരു വെളിച്ചമാണെങ്കിൽ ഒരു വെളിച്ചം അത് പകർത്തി കൊടുക്കുവാൻ ഞങ്ങളുടെ ഭരണസമിതി, ഞങ്ങളുടെ 24 മെമ്പർമാരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചതിനുള്ള കാരണം ബഹുമാനപ്പെട്ട PMA ഗഫൂർ സാറ് സൂചിപ്പിച്ചു. ഞാനും ആദ്യത്തിൽ സൂചിപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട സാറ് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പ്രോഗ്രാമുകളും ഇതുവരെയും ഏറ്റിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ ചെറുവട്ടൂർ ഹൈസ്കൂളിനെ പ്രത്യേകമായി ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പലും അധ്യാപകരും MLAയിൽ നിന്ന് ആദരവ് ഏറ്റുവാങ്ങി. വെള്ളത്തിൽ മുങ്ങിപ്പോയ 2.5 വയസ്സുകാരനെ സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തിയ സഹറ ഫാത്തിമയ്ക്ക് പഞ്ചായത്ത് ധീരപുത്രി പുരസ്കാരം സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് നടന്ന റിയു ക്യൂ ഷിറ്റോ റിയു 3rd സോക്ക് ഔറ കപ്പ് ഇന്റർനാഷണൽ ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 2026ൽ മികച്ച വിജയം നേടിയ ഉമർ മുക്താറിനെ ചടങ്ങിൽ അനുമോദിച്ചു. പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറും എഴുത്തുകാരനുമായ PMA ഗഫൂർ കുട്ടികളുടെ കഴിവുകൾ, ഭാവി ലക്ഷ്യങ്ങൾ, വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് ക്ലാസ് എടുത്തു. അവരെന്നോട് പറയാ റൂമിലുള്ള എല്ലാവരും വെള്ളടിക്കും, എല്ലാ കുട്ടികളും വെള്ളടിക്കും. ഞാൻ അവിടെ ഇവിടെ ഇരിക്കും, എന്നിട്ട് ഞാൻ വല്ല പെപ്സി കോളൊക്കെ കഴിക്കും. ഞാൻ ഇതുവരെ അത് തൊട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? അവൻ പറയാ അതെന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ വാപ്പയും ഉമ്മയും അവിടെ CCTV ഒന്നും വെച്ചിട്ടില്ല. ഞാൻ വല്ലത് കുറിച്ചാലും അവർ അറിയില്ല. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും അറിയാം. അവർക്ക് എന്തെങ്കിലും വിശ്വാസമുണ്ട് ഞാനത് ചെയ്യൂല. മീഡിയ 60 കോതമംഗലം.